ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ദോശയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഉഴുന്നും ഈസ്റ്റും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ദോശ തയ്യാറാക്കിയെടുക്കാനായിട്ട് 1.5 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇനി 1/2 കപ്പ് കൂടി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് അരി നമ്മൾ ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി പുതിർത്തിയെടുക്കാം. അതിനായിട്ട് ഇത് 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു 4-5 മണിക്കൂർ സമയത്തേക്ക് പുതിർത്താനായിട്ടൊന്ന് മാറ്റിവെക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതേ നമ്മുടെ അരി നന്നായിട്ട് പുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മിക്സിയിലെ വലിയ ജാർ തന്നെയാണ് അരി അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1.5 കപ്പ് അരി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി പുതിർത്തിയെടുത്ത അതേ വെള്ളം തന്നെ അരയ്ക്കാനായിട്ട് ചേർക്കാം. ഇനി അരി നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ ദോശയ്ക്കുള്ള മാവ് ഈ ഒരു പരുവത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ലൂസായി പോകരുത്, ഇതുപോലെ ഒന്ന് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊരു 2 മിനിറ്റ് സമയത്തേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതൊരു 8 to 10 മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമ്മുടെ മാവൊന്ന് തുറന്നു നോക്കാം. മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണിത്. നമ്മൾ 1.5 കപ്പ് പച്ചരി, അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി പുതിർത്തിയെടുത്തതാണ്. പുതിർത്തിയെടുത്ത അതേ വെള്ളത്തിൽ തന്നെ അരി അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് 1/2 കപ്പ് ചോറ് കൂടി അരച്ച് ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ ദോശക്കല്ലിലാണ് ദോശ ചുട്ടെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നല്ലെണ്ണയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇനി ഇത് ഒരു ഇലയിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉലുവ ചേർത്ത് ഇതുപോലെ ഒന്ന് മാവ് തയ്യാറാക്കുക. എന്നിട്ട് നല്ലെണ്ണ ചേർത്ത് ദോശക്കല്ലിൽ തന്നെ ദോശ ചുട്ടെടുക്കുക. എന്നിട്ട് വാഴയിലയിൽ കഴിക്കുക. അതൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു ദോശയുടെ കൂടെ കോംബോ ആയിട്ടുള്ള നല്ലൊരു തേങ്ങ ചട്നി കൂടി തയ്യാറാക്കാം. അപ്പോൾ ഈ ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ ഈ ദോശയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടിത് 1 മുറി തേങ്ങയാണ് ചിരകിയെടുത്തത്. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടിത് വറ്റൽമുളക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഇത് കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പാകത്തിനുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ഏകദേശം ഒരു ചമ്മന്തിയുടെ പരുവത്തിൽ തന്നെ അരച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നമുക്ക് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് ഇറക്കി വെക്കാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.